ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു മാർച്ച് ഇന്ന് ബിജെപി ആസ്ഥാനത്തേക്ക് ദില്ലിയിൽ നടക്കാനിരിക്കുകയാണ്. വൈഭവ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ബിജെപിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നാണ് ഈ മാർച്ച് നടക്കാനിരിക്കുന്നത്. ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ, MLA-മാർ, MP-മാർ, ഒപ്പം കോർപ്പറേഷന്റെ കൗൺസിലർമാർ, പ്രവർത്തകർ അടക്കം ഈ മാർച്ചിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സിബി കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിബി. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്തുകൊള്ളൂ എന്ന ശക്തമായൊരു വെല്ലുവിളി ഈ മാർച്ചിലുടനീളം ഉയർത്താനുള്ള തീരുമാനം അത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ മാർച്ച് നടക്കുക? കാവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ മാർച്ച് BJPയുടെ ഈ ഒരു ദേശീയ ആസ്ഥാനത്തേക്ക് നടത്തുമെന്ന് ഇന്നലെ ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിൻ്റെ PA വൈഭവ് കുമാറിനെ ഇന്നലെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ആയ സ്വാതി മലിവാളിൻ്റെ പരാതിയിലായിരുന്നു ഇന്ന് പിന്നീട് അന്വേഷണം നടത്തുകയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നലെ രാത്രി വൈകി കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും അദ്ദേഹത്തെ 5 ദിവസം ദില്ലി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇന്നലെ രാത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ദില്ലി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും ഈ സ്വാതി മലിവാളിനെ ഉപയോഗിച്ചുകൊണ്ട് BJP രാഷ്ട്രീയ തന്ത്രം മെനയുകയാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് AAPയുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്യൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ AAPയുടെ മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കമുള്ള എല്ലാ കോർപ്പറേഷൻ കൗൺസിലർമാരടക്കം എല്ലാം തന്നെയും ഒരുമിച്ച് എല്ലാ ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും ദില്ലിയിലെ ഈ BJPയുടെ ആസ്ഥാനത്തേക്ക് ഇന്ന് 12 മണിയോടെ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം എന്തായാലും മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും അത് പോലീസ് തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെയും മറ്റുള്ള നേതാക്കന്മാരെല്ലാം തന്നെയും അറസ്റ്റ് ചെയ്തപ്പോൾ ദില്ലിയിൽ വലിയ രീതിയിൽ സമരം നടത്തുകയും അതിനെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു പോലീസ് നടപടിയെല്ലാം തന്നെയും കണ്ടിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഒരു സംഘർഷ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ദില്ലിയിലെ രാഷ്ട്രീയം ഒന്നുകൂടി ചൂടുപിടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദില്ലിയിൽ 7 ഇടങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഈ 25-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഇന്നലെ തന്നെ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. ഇന്നലെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ദില്ലിയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചരണത്തിലെത്തിയിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ദില്ലി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നിപ്പോൾ BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ മാർച്ച് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാവ്യ. ശരി, സിബിയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്. ശക്തമായ വെല്ലുവിളി, പ്രത്യേകിച്ച് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിന്റെ പശ്ചാത്തലം, നാളെ 5ാം ഘട്ട പ്രചാരണം, തെരഞ്ഞെടുപ്പൊക്കെയും നടക്കാനിരിക്കുന്ന ഒരു സമയത്ത് AAP ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.